അലൈക്കും. ജിദ്ദയിലെ തിരക്കേറിയ പ്രവാസ ജീവിതം. ഒപ്പം 3 ചെറിയ കുട്ടികള്, വർക്ക് ചെയ്യുന്ന ഒരുമ്മ, വീട്ടുജോലികള്, ഇതിനിടയിൽ ഇബാദത്തുകൾക്ക് സമയം കണ്ടെത്തുക എന്നത് ഒരു ഉമ്മ എന്ന നിലയിൽ എനിക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. കഴിഞ്ഞ വർഷം കിച്ചണിൽ മാത്രം ഒരുപാട് സമയം തീർന്നു പോയപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സങ്കടം തോന്നി. എന്നാൽ ഈ വർഷം ഞാൻ ഒരു മാറ്റം ആഗ്രഹിച്ച് ആ ആഗ്രഹത്തിൽ നിന്നാണ് ഈ ഒരു റംലാൻ പ്ലാനർ ജനിക്കുന്നത്. എനിക്ക് ഈ ഒരു വർഷത്തെ റംലാന് സമാധാനപൂർണ്ണമാക്കാൻ പോകുന്ന ഒരു മാജിക് പ്ലാൻ ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. വീഡിയോ അവസാനം വരെ കാണാം, കാരണം നിങ്ങൾക്കും ഈ പ്ലാനർ സ്വന്തമാക്കാം. ഒരു വീട്ടമ്മക്ക് ഏറ്റവും കൂടുതൽ സമയം നഷ്ടാവുന്നത് ഇന്നെന്തുണ്ടാക്കും എന്ന് ആലോചിച്ചാണ്. അത് ഒഴിവാക്കാൻ ഈ പ്ലാനറിൽ ഞാൻ ആദ്യം ഉൾപ്പെടുത്തിയത് 30 ദിവസത്തെ മീൻ പ്ലാനറാണ്. സുഹൂറിനും ഇഫ്താറിനും വേണ്ട വിഭവങ്ങൾ മുൻകൂട്ടി എഴുതി വെച്ചാൽ അടുക്കളയിലെ പകുതി ടെൻഷൻ തീരും. ഇതിൽ പ്രീ റംലാൻ പ്രിപ്പറേഷൻ ലിസ്റ്റും ഉണ്ട്. അതായത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നത്, പിന്നെ എന്തെങ്കിലും മസാലകൾ പൊടിച്ചു വെക്കാനുള്ളത്, വീട് ക്ലീൻ ചെയ്യാനുള്ളത്, ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഈ പ്രീ റംലാൻ പ്രിപ്പറേഷനിൽ നമുക്ക് ഷോപ്പിംഗ് ലിസ്റ്റ്, ഗ്രോസറി ലിസ്റ്റ്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഉള്ളത് അടുത്ത പേജിൽ നോക്കിയാൽ കാണുന്നത് 30 ദിവസത്തെ ഇബാദത്ത് ട്രാക്കറാണ്. 5 നേരത്തെ നിസ്കാരം, തറാവീഹ്, തഹജ്ജുദ് എന്നിവ മുടങ്ങാതെ നോക്കാൻ ഈ ടേബിൾ സഹായിക്കും. ഓരോ നിസ്കാരം കഴിയുമ്പോഴും ഇതിൽ ടിക്കിടുമ്പോൾ ലഭിക്കുന്ന ഒരു മനസ്സംതൃപ്തിയുണ്ട്. ഇത് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആ തിരക്കുകൾക്കിടയിൽ നിസ്കാരം നീണ്ടു പോവാതിരിക്കാനും ഇത് നമ്മളെ പ്രേരിപ്പിക്കും. വെറും ഒരു ശീലത്തിനപ്പുറം ബോധപൂർവം ആരാധനകൾ ചെയ്യാൻ ഇങ്ങനെ ട്രാക്കർ നമ്മളെ പ്രോത്സാഹിപ്പിക്കും. പിന്നെ ഈ റമളാനിൽ ഞാൻ ഏറ്റവും വലിയ ലക്ഷ്യം അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുക എന്നുള്ളതാ. ഇൻഷാ അല്ലാഹ്. അതിനായി അള്ളാഹുവിന്റെ 99 നെയിംസ് ഉണ്ടല്ലോ, അതായത് അസ്മാഉൽ ഹുസ്ന, ഇത് അർത്ഥസഹിതം ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വേണ്ടവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാം, അതല്ലെങ്കിൽ സ്ക്രീനിൽ ആഡ് ചെയ്യാം. വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക ചെയ്യാട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ 3 നെയിംസ് വീതം പഠിച്ചാൽ റമളാൻ തീരുമ്പോഴേക്കും നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റും. 99 നെയിംസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഖുർആന് ഓതി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഖത്തം ചാർട്ടാണ്. അതായത് ഒരു മൂൺ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ 13 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 13 ഡേയ്സ് കൊണ്ട് നമുക്ക് ഒരു ഖത്തം ഓരോ നിസ്കാര ശേഷം 4 പേജസ് വീതം ഓതിയാൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇനി അതല്ല 6 ഡേയ്സ് കൊണ്ട് ഒരു ഖത്തം നമുക്ക് ഓരോ നിസ്കാര ശേഷം ഒരു ജുസ് വീതം ഓതിയാൽ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ 15 ദിവസം, ഈ 15 ദിവസത്തിൽ നമ്മൾ ഓരോ നിസ്കാര ശേഷം 2 പേജസ് വീതം ഓതിയാൽ 15 ദിവസം കൊണ്ട് നമുക്ക് ഒരു ഖത്തം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ കൺഫ്യൂഷൻ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് സ്ക്രീനിൽ ടെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ 3 ഇങ്ങനെ വരച്ചിട്ടുള്ളത് നമ്മൾ ഓരോ ജുസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഇതിലിങ്ങനെ കളർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫിക്കേഷൻ, ഇത് നമുക്കിങ്ങനെ മനസ്സിലാവും നമ്മൾ എത്രമാത്രം ഓതിയിട്ടില്ല എന്ന് നമ്മൾക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ പറ്റും. പിന്നെ നേരത്തെ അസ്മാഉൽ ഹുസ്നനെ പറഞ്ഞില്ലേ, അത് ഞാൻ ഈ പേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 99 നെയിംസും പേജ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഓരോ ബോക്സ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് പറയാൻ വിട്ടുപോയതാട്ടോ. അപ്പോൾ ആ ബോക്സിൽ നമ്മൾ ഓരോന്നും പഠിച്ചു കഴിയുമ്പം ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓരോ നിസ്കാര ശേഷം ഓതേണ്ടതായിട്ടുള്ള ഓരോ സൂറത്തുകളുണ്ട്, അതും കൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫജറിന് ശേഷം യാസീൻ ഓതുന്നത് നല്ലതാ, നമുക്ക് ഹലാലായ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട്. പിന്നെ ലുഹറിന് ശേഷം ഫതഹ് സൂറത്ത് നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട്, അസറിന് ശേഷം റഹ്മാൻ സൂറത്ത് കാരുണ്യത്തിന് വേണ്ടിയിട്ടും, പിന്നെ മഗ്‌രിബിന് ശേഷം നമുക്ക് വാഖിയ സൂറത്ത് നമ്മളെ ബർക്കത്തിനും അതുപോലെ ദാരിദ്ര്യം ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടും, പിന്നെ ഇഷാക്ക് ശേഷം ഖബർ ശിക്ഷ ഒഴിവാകാൻ വേണ്ടിയിട്ട് നമ്മുടെ മുൽക്ക് അതായത് തബാറക സൂറത്തും കൂടി ഓതാ ഇൻഷാ അല്ലാഹ്. ഞാൻ തഹജ്ജുദ്, ഫാസ്റ്റിങ്, പിന്നെ സല അതായത് മൈൻഡ്ഫുൾ ആയിട്ട് 5 വക്ത് നിസ്കരിക്കുന്നത്, പിന്നെ ഖുർആൻ ഓതുന്നത്, അദ്കാറുകൾ മീൽ പ്രപ്പ് ചെയ്തോ എന്നുള്ളത്, പിന്നെ സദക്ക ചെയ്തോ, അതുപോലെ ഡെയിലി ചലഞ്ചസും, പിന്നെ തറാവിയും, ഇതൊക്കെ ടിക്ക് ചെയ്ത് പോവാ. ഇത് നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡ്രോയിങ് അറിയുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ആണെങ്കിൽ ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ
ഞാൻ കാണിച്ചെന്ന പോലത്തെ ഈ ഒരു എൻ്റെ കയ്യിലിപ്പം ഹാബിറ്റ് ട്രാക്കർ ഉള്ളതുകൊണ്ട് ഞാനതങ്ങനെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം പെർഫെക്റ്റ് ആക്കി ഇങ്ങനെ കാത്തിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഇത് ഈ പേജിൽ ഒട്ടിച്ചു കൊടുത്തു, എന്നിട്ട് അതിലിങ്ങനെ എഴുതി. അപ്പോൾ സിമ്പിളായി. മറ്റത് നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചിട്ടൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പെർഫെക്ഷൻ അല്ല വേണ്ടത്, നമ്മൾക്ക് മൈൻഡ്ഫുള്ളായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡെയിലി ചലഞ്ചസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡേ നമ്മൾ ഭയങ്കര കുറച്ചായിട്ട് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു ഡെയിലി ചലഞ്ചിൽ ഒരു സക്സസ് ആയിട്ടുള്ള കാര്യമാണ്. അതല്ല എന്തെങ്കിലും ഫുഡായിരിക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ, എന്തെങ്കിലും സദക്ക നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളെ കുട്ടികളോട് നമ്മൾ നല്ലൊരു പുഞ്ചിരി അല്ലെങ്കിൽ ഹഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ഡെയിലി ചലഞ്ചസിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ മക്കൾക്കൊരു ലോകം വേണം. അതായത് നമ്മുടെ മക്കൾ നമ്മളെ കണ്ടാണ് വളരുന്നത്. നമ്മുടെ പ്രാർത്ഥനകളും റംസാനിൻ്റെ പുണ്യവും പവിത്രതയും ഒക്കെ ഇവർക്കും മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടി കിഡ്സ് അഡ്വഞ്ചർ പേജ് എന്ന് പറഞ്ഞിട്ട് ഒരു കിഡ്സ് റമദാൻ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ അവരെ കൊണ്ട് തന്നെ കുറച്ച് സ്റ്റാർസ് അർപ്പിച്ചു. ഇനി ഇവർ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിസ്കരിക്കുക അല്ലെങ്കിൽ ഒരു നോമ്പെടുത്താൽ ഇതൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റാറിൽ കളർ ചെയ്യിപ്പിക്കുക, അത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പേജാണ്. ഇനി നെക്സ്റ്റ് പേജ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഗുഡ് ഡീഡ് ട്രീ. അതായത് ഇവർ ഓരോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് ട്രീ ഒരു ഇലയൊന്നുമില്ലാതെ ലീവ്സ് ഇല്ലാതെ ഒരു ട്രീ വരപ്പിച്ചിട്ടുള്ളത് അവരെ കൊണ്ട് തന്നെ വരപ്പിക്കുക കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. കുഞ്ഞു കുഞ്ഞു റിവാർഡുകൾ മതി കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് പറഞ്ഞു കൊടുക്കുക, ഈ ഒരു ട്രീയിൽ ലീവ്സ് ഒന്നുമില്ല, പക്ഷേ ഈ റമദാനിന് 30 ദിവസം കഴിയുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് ഇതിൽ കുറേ ലീവ്സ് ഉണ്ടാകണം. ആ ലീവ്സ് ഓരോന്നും ഇവർ ചെയ്തിട്ടുള്ള ഓരോരോ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അതവരെ ഓർമ്മിപ്പിക്കുക. ഇത്രയൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടാതെ ഓരോ ദിവസം ചെറിയ ചെറിയ ചലഞ്ചുകൾ ഇവൾക്ക് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അസ്മാഹുൽസിനെ പഠിക്കൂലേ, അപ്പം ഒരു 7-8 വയസ്സൊക്കെ ആയ മക്കളാണെങ്കിൽ ഡെയിലി 3 എണ്ണം പഠിക്കാനുള്ളത് ഇവരെ കൂടി നമ്മൾ ഉൾപ്പെടുത്തുക. അപ്പം അവർക്കിത് ഈസി ആയിട്ട് പഠിക്കാനും പറ്റും. അതിൻ്റെ പ്രത്യേകതകളും അർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ റംസാനിൻ്റെ ഓരോ ദിവസങ്ങളിലും നമ്മുടെ മക്കളെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവർക്ക് കൂടുതൽ നമ്മുടെ ദീനിനോടും താല്പര്യം തോന്നാൻ ഇത് സഹായിക്കും. അപ്പോൾ പ്ലാൻ ചെയ്താൽ പകുതി ജോലി കഴിഞ്ഞു എന്നാണ് പറയാറുള്ളത്. ഈ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ സമാധാനത്തോടെ ഇബാദത്തുകൾ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കും. ഈ പ്ലാനറിൻ്റെ ഒരു ഇത് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഭയങ്കര ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഈ ഒരു റമദാൻ നമുക്ക് നല്ല റാഹത്തിൽ ധന്യമാക്കാൻ പറ്റട്ടെ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ എൻ്റെ കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.